ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള ഒരു മിനി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കേക്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിനി കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ പാലിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് സ്റ്റൗവിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പഞ്ചസാര മെൽറ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലൊക്കെ ആണെങ്കിൽ, അതായത് തണുപ്പില്ലാത്ത പാലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ ശരി, ഞാനിതൊന്ന് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ പാലും പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ പാലിനോട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. ചൂടോടെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇതേ പാലിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയൊക്കെ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമ്മളൊരു വിരൽ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക, ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഒട്ടും ചൂടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ അത് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ മുട്ട കഴിക്കാത്തവർക്കൊക്കെ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയൊരു കേക്കും കൂടിയാണ് ഇത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ ഈ ബൗളിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം ആണ് ഈ 1/4 കപ്പ് എന്ന് പറയുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ അളവിൽ 1 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാധാ കേക്കിന് ചെയ്യുന്ന പോലെ അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്. ഇതേപോലെ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കട്ടകളായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പോലെ സ്പാച്ചുലയോ വെച്ചിട്ട് നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കട്ടകളില്ലാത്ത രീതിയിൽ അങ്ങ് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആവും നമുക്ക് കിട്ടുക. ഇങ്ങനെ റിബൺ ആയിട്ട് ഉള്ള കൺസിസ്റ്റൻസി ആവും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് അവസാനമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കാത്തതിൻ്റെ പേരിൽ ആ ഒരു എന്താ പറയുക, മുട്ടയുടെ സ്മെല്ലൊന്നും നമ്മുടെ കേക്കിന് ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു വാനില എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സാധാ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലുള്ളൊരു കപ്പ് കേക്ക് മോൾഡിലാക്കിയിട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് മിനി കേക്കല്ല ആക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ 5 കപ്പ് കേക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ കേക്ക് ടിന് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നല്ലതാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് നമ്മുടെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 എണ്ണം ഈ ഒരു സ്റ്റവിലും 1 എണ്ണം മറ്റ് സ്റ്റവിലായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ശരി, 10 മിനിറ്റിന് ശേഷം നമുക്കിതങ്ങ് തുറന്നു നോക്കാം. അപ്പോൾ ഈ 10 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂടെല്ലാം മാറാനായിട്ടൊന്നങ്ങ് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മുടെ കപ്പ് കേക്കിൻ്റെ ചുടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിനി കേക്ക് എങ്ങനെ ആക്കി മാറ്റാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കപ്പ് കേക്കിൻ്റെ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് പതിയെ അങ്ങ് കീറിയെടുക്കാം. അപ്പോൾ നമ്മൾ കപ്പ് കേക്കിൻ്റെ ഉള്ളിൽ ഓയിലൊന്നും തന്നെ ബ്രഷ് ചെയ്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മിനി കേക്കിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് വാനില കേക്കും കൂടി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേപ്പർ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കി എന്ത് ക്യൂട്ടായിട്ടാണ് നമുക്ക് കിട്ടിയെന്ന്. താഴെ ഒരു കേക്കിൻ്റെ ബോർഡ് പോലെ ആ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 10 മിനിറ്റായിട്ട് ഇത് ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് കൂടി വെച്ചാൽ മതി കേട്ടോ. മാക്സിമം ഒരു 15 മിനിറ്റ് അത്രയേ വരുള്ളൂ ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ശരി, ഞാൻ എല്ലാം ഇതേപോലെ അങ്ങ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനാണ്. അപ്പോൾ ഞാൻ ഡെക്കറേഷനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നുള്ളവർക്കൊക്കെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. എനിക്ക് സാധാരണ കേക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിൻ്റെ മുകളിലുണ്ടെങ്കിൽ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുന്ന പോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഡെക്കറേഷനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്നങ്ങ് റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിമ്പിളായിട്ടുള്ള ഡിസൈന്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസും അയച്ചു തരണം. കാരണം ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അത്ര ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. അപ്പോൾ അതേ നമ്മുടെ കേക്കെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനി കേക്ക് ചെയ്തെടുക്കാനായിട്ട്. മിനി വാനില കേക്ക് വളരെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്